ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ പുറത്ത് മാത്രമല്ല ചൂട്, വീടിന്റെ ഉള്ളിലിരുന്നാലും ഒടുക്കത്തെ ചൂടാണ്, വേർത്ത് അങ്ങ് ഇല്ലാണ്ടായിപ്പോ. ഈ ഒരു ടൈമിൽ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു ഫാൻ പരിചയപ്പെടുത്തി തരാം. BLDC ഫാൻ, അതായത് ലോ എനർജിയിൽ നല്ല ഹൈ പവർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫാനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആറ്റംബർഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എയറി സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു BLDC ഫാനാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കിയാലോ. Come on ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഫാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അൺബോക്സ് ചെയ്തല്ല, അൺബോക്സ് ചെയ്യാനേക്കാൾ മുമ്പ് ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഗൈസ്, ഇത് BLDC ഫാനാണ്. BLDC എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറന്റ് മോട്ടർ എന്നാണ് BLDC എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട്സ്, നമ്മുടെ നോർമൽ ഫാനിലേക്കുള്ള മോട്ടർ ബ്രഷ് ഉള്ള മോട്ടർ ആയിരിക്കും. പക്ഷെ ഈ ഒരു BLDC ഫാനിൽ മോട്ടറിൽ ബ്രഷ് ഉണ്ടാവത്തില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഫാനുകളെ അപേക്ഷിച്ച് ഈ ഒരു ഫാൻ കറണ്ട് വളരെ കുറവ് വലിക്കത്തുള്ളൂ. അതായത് നമുക്ക് വലിയ കറണ്ട് ബില്ലൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നല്ല പവറും ഉണ്ടാവും ഫാന്. അതായത് നല്ല എനർജി ആയിരിക്കും, നല്ല കാറ്റ് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻവെർട്ടറിലൊക്കെ നോർമൽ ഫാൻ വർക്ക് ആവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഫാൻ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്തോളും. മറ്റുള്ള ഫാനുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ആറ്റംബർഗിന്റെ ഫാൻ ആനുവലി 65% ആണ് നമുക്ക് കറണ്ട് ലാഭിച്ച് തരുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ഫാൻ മറ്റുള്ള ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നോയ്സ് കുറവായിരിക്കും. അതായത് സൈലന്റ് ആയിട്ടായിരിക്കും ഗൈസ് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് അധികം നോയ്സ് ഒന്നും ഫീൽ ചെയ്യത്തില്ല മറ്റുള്ള ഫാനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൂടാണ്ട് ഗൈസ്, നമ്മുടെ ആരീസ് ഫാൻ നമുക്ക് അലക്സയും അതുപോലെ തന്നെ ഗൂഗിൾ ഹോമും വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ടേൺ ഓൺ മൈ ഫാൻ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ഫാനിന്റെ സെൻട്രലായിട്ട് 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡേ ലൈറ്റ്, വാം ലൈറ്റ്, കൂൾ ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഈ ഒരു ഫാനിൽ ലൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് മാത്രമല്ല ഗൈസ്, ഈ ഒരു ലൈറ്റ് തന്നെ നമുക്ക് 5 ലെവലിൽ ഇതിന്റെ ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാണ്ട് ഗൈസ്, ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫാൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതും ആറ്റംബർഗിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു ആറ്റംബർഗിന്റെ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ആപ്പ് വോയിസ് കൺട്രോൾ ഉണ്ട്. അതായത് നമുക്ക് മൊബൈലത്തെ ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് വോയിസ് വഴി നമ്മുടെ ഫാൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് കൂടാണ്ട് ഇൻ ആപ്പ് റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതായത് ആ ഒരു ആപ്പിന്റെ ഉള്ളിൽ നമുക്ക് റിമോട്ട് ഉണ്ട്, അത് വെച്ചും ഫാൻ കൺട്രോൾ ചെയ്യാം. അതും കൂടാണ്ട് ഈ ഒരു ആപ്പിന്റെ ഉള്ളിൽ പെർഫോമൻസ് അനലിറ്റിക്സ് അറിയാനായിട്ട് സാധിക്കും. അതായത് എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്നൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് അറിയാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് ഗൈസ്, ഗസ്റ്റ് മൂഡും ബ്ലൂടൂത്ത് കൺട്രോളും ഈ ഒരു ആപ്പിന്റെ ഉള്ളിൽ തന്നെ. ഫ്രണ്ട്സ്, മൊബൈൽ മാത്രമല്ല കേട്ടോ, മൊബൈൽ അല്ലാണ്ട് നമുക്ക് ഇതിന്റെ ഒപ്പം റിമോട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫാൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും മൊത്തത്തിൽ. അതോടൊപ്പം തന്നെ ഗൈസ്, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫാൻ കൂടിയാണ് ആറ്റംബർഗിന്റെ എയറി സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാൻ. ഈ ഒരു സ്റ്റാർ കൂടുമ്പോഴാണ് ഗൈസ് ഫാൻ കറണ്ട് കുറവ് വലിക്കുന്നുണ്ടും അതുപോലെ തന്നെ ഫാന്റെ ക്വാളിറ്റി കൂടുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഫാൻ്റെ ഒപ്പം ഗൈസ് ഫസ്റ്റ് ഒരു മാനുവൽ കാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കിട്ടുന്നത് ഈ ഒരു മോട്ടറാണ് ഗൈസ്, നമ്മുടെ ഫാന്റെ മോട്ടർ. പിന്നെ ഗൈസ് 1200 mm വരുന്ന ഒരു ബ്ലേഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ്റെ ഒപ്പം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ഫാൻ 2 കളറിലാണ് വന്നിട്ട്. ഒന്ന് ഗൈസ് ഡാർക്ക് ടീക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ കയ്യിലിരിക്കുന്ന ഒരു കളറും, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മാർബിൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറിലുമാണ് നമ്മുടെ ഫാൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുകൂടാണ്ട് ഗൈസ് 2 കാനോപ്പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഫാന്റെ റിമോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഗൈസ് ഇവിടെ 2 ബാറ്ററിയും നമുക്ക് ബോക്സിന്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒരു ഡൗൺ റോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷക്കിൾ കിറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഇത്ര സാധനങ്ങളായിരിക്കും നമുക്ക് ബോക്സിന്റെ ഉള്ളിൽ കിട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഫാൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഗൈസ്. നോർമൽ ഫാൻ ഫിറ്റ് ചെയ്യണ പോലെ തന്നെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഗൈസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ സർവീസ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചാലും മതി, നമുക്ക് ഈസി ആയിട്ട് ഈ ഫാൻ ഫിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഫാന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഗൈസ് ഫാന്റെ വാറന്റി. 2+1 ഇയർ ആണ് വാറന്റി. ടോട്ടൽ 3 വർഷം നമുക്ക് ഈ ഒരു ഫാന് വാറന്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ സർവീസ് ആണ്. അതായത് ഇന്ത്യയുടെ ഏത് ഭാഗത്തും നമുക്ക് ഈ ഒരു ഫാൻ സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ഫാനുള്ള മറ്റൊരു പ്രത്യേകതയാണ് നോർമൽ ഫാനെ അപേക്ഷിച്ച് 3 മടങ്ങ് കൂടുതൽ ഈ ഒരു ഫാൻ ഇൻവെർട്ടറിൽ വർക്ക് ആവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഫാന് എത്രത്തോളം പവർ വേണമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫാൻ ഓൾറെഡി നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലാണ് ഗൈസ് നമ്മുടെ ഫാൻ വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാൻ നമുക്ക് ഇവിടെ മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആറ്റംബർഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു പവർ ബട്ടണിൽ ഞെക്കിയുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ഫാൻ ഓൺ ആയി. അതുപോലെ തന്നെ ഫാന്റെ സ്പീഡ് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഗൈസ്. ഞാൻ മാക്സിമം സ്പീഡാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല ഗൈസ്, നമുക്ക് ഫാന്റെ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ലൈറ്റാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വാം ആയിട്ടുള്ള ലൈറ്റ് വേണോ, കൂൾ ആയിട്ടുള്ള ലൈറ്റ് വേണോ, അതുപോലെ തന്നെ ഏത് കളറത്തെ ലൈറ്റ് ഒക്കെ വേണമെന്ന് നമുക്കിവിടെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഗൈസ് ഈ ഒരു ഫാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാണ്ട് ഗൈസ് നമ്മുടെ ആരീസ് ഫാൻ നമുക്ക് അലക്സയും അതുപോലെ തന്നെ ഗൂഗിൾ ഹോമും വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഹോം വെച്ച് ഞാൻ ഫാൻ ഓൺ ആക്കണ്ടും ഓഫ് ആക്കണ്ടും കൺട്രോൾ ചെയ്യാണ്ടും കാണിച്ചു തരാം. ടേൺ ഓൺ മൈ ഫാൻ.
Turn off my fan. Turn on my fan light. Turn off my fan light. പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ഫാൻ മറ്റുള്ള ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നോയ്സ് കുറവായിരിക്കും. അതായത് സൈലന്റ് ആയിട്ടായിരിക്കും ഗൈസ് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് അധികം നോയ്സ് ഒന്നും ഫീൽ ചെയ്യത്തില്ല മറ്റുള്ള ഫാനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതുകൂടാണ്ട് ഗൈസ് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാൻ എത്ര പവർ നമുക്ക് സേവ് ചെയ്ത് തന്നു അതുപോലുള്ള അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സെറ്റിങ്സും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു ആറ്റമറിങ്ങിൻ്റെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഗൈസ് ഇത് കൂടാണ്ട് ഞാൻ റിമോട്ടും ട്രൈ ചെയ്ത് നോക്കി. ഫോണും റിമോട്ടും ഏറെക്കുറെ സെയിം ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതായത് ഫോണിലും നല്ല പക്ക സ്പീഡാണ്, അതുപോലെ തന്നെ റിമോട്ടിലും നല്ല പക്ക സ്പീഡാണ്. നമുക്കിപ്പോൾ റിമോട്ട് ഒന്നും ഇല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫാൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിമോട്ടും വെച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും രണ്ടും അടിപൊളി തന്നെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എയറിസ് സ്റ്റാർലൈറ്റ് BLDC ഫാൻ? അടിപൊളിയല്ലേ? നന്നായിട്ട് പവറൊക്കെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എവിടെ വേണേലും ഇരുന്ന് നമ്മുടെ ഫോണിലിരുന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഒരു അടിപൊളി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഫാൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാൻ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ നേരെ ആറ്റമറിങ്ങിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആമസോണിലോ പോയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ഫാൻ അവിടെ നിന്ന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും ഇഷ്ടമുള്ള കളറിലും. അപ്പൊ ഒന്ന് നോക്കണ കേസ് എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തോടെ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ്. പീസ് ഔട്ട്.